ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനോട് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാം. അച്ഛൻ എടുക്കുന്ന തീരുമാനം എന്താണോ അതെല്ലാവരും അനുസരിക്കണം. മനസ്സിലായോ? എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ അങ്ങ് ചെയ്യേ. ഞങ്ങൾ ഓടി എത്തിയില്ലായിരുന്നെങ്കിലോ? അയ്യോ, അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു അമ്മേ? കുളിച്ചോണ്ടിരുന്ന ഞാൻ അവിടെ വന്ന് രാധിക തള്ളിട്ടെന്നാണോ? അപ്പോ എന്റെ പേരിലാണോ കുറ്റം? ആ, നിങ്ങളെ രണ്ടുപേരും തന്നെയാണ് എനിക്ക് സംശയം. ഇവിടെ രാധികയോട് പകയുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെയാ. തള്ളിയിട്ടത് ഞങ്ങളാണെന്ന് അവള് പറഞ്ഞോ? അതെന്തിനാ പറയുന്നേ? മുത്തശ്ശി രാധികയെ സ്നേഹിക്കുന്നതില് ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. പക്ഷേ അതിന്റെ പേരില് ഞങ്ങളെ വെറുക്കേണ്ട ഒരു കാര്യമില്ല. രാധിക എന്തെങ്കിലും തലേണ മന്ത്രം ഓതിക്കൊടുത്താ ഇവൻ പിന്നെ അത് മാത്രമേ പറയൂ. അതെന്തോ ഒരു പ്രത്യേകതരം ആണത്താണെന്നാ ഇവൻ കരുതിയിരിക്കുന്നത്. എടുത്തി ദേ, തലയണ മന്ത്രം എന്ന പ്രയോഗം രാധികയുടെ കാര്യത്തിലൊന്നും വേണ്ട. അയാൾ അത് ചെയ്യത്തുമില്ല. കാരണം ഒരു കുടുംബത്തിൽ അന്തസ്സായിട്ട് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അത് അറിഞ്ഞുകൂടാത്തത് നിങ്ങൾക്കാ. അമ്മയും കൂടെ നിന്നിട്ടാണ് വരുൺ ഇതൊക്കെ പറയുന്നത്. അമ്മയ്ക്ക് എന്താ തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടോ? അതോ ഞങ്ങളായതുകൊണ്ട് എങ്ങനെയും കുതിര കയറാനാണോ? ഇത് അങ്ങനെ വിട്ടാ ശരിയാവില്ല. ചെറിയമ്മ വന്നേ. നിന്നെ ആരോ തള്ളിയിട്ടെന്ന് ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ. നിന്നെ ആരാ തള്ളിയിട്ടത്? ദേ, നീ കണ്ടായിരുന്നോ? കണ്ടില്ല. ആ, നീ വിളക്കിലേക്ക് വീഴുന്ന സമയത്ത് ഞാനോ ചെറിയമ്മയോ ഇവിടെ ഉണ്ടായിരുന്നോ? പൂജാമുറിന്ന് വിളക്കെടുത്ത് കണ്ണു തുറന്നല്ലേ നീ ഉമ്മറത്തേക്ക് വന്നത്? പിന്നെങ്ങനാ ഇവിടെ ആരെങ്കിലും നിന്നാ നീ കാണാതിരിക്കുന്നത്? രാധികയെ കുറച്ച് കടുപ്പത്തിൽ ചോദ്യം ചെയ്താ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിയാന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, അമ്മ ഏട്ടത്തേക്ക് എപ്പോഴാ വന്നേ? ഞങ്ങൾ അപ്പൊ തന്നെ വന്നു. നിങ്ങൾ അപ്പൊ തന്നെ വന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാനും കൽപ്പനയും ഇവിടുന്ന് അപ്രത്യക്ഷരായി. എന്നിട്ട് ഞങ്ങൾ മുറിയിൽ പോയി അല്ലേ? ഞാൻ പറയാം. രാധികയ്ക്ക് നേരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആരാണെന്ന് ഞാൻ പറയാം. ഈ വീട്ടിൽ ഇതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങളുടെ തുടർച്ച തന്നെ. പ്രിയങ്കയുടെ ആത്മാവിന്റെ കളി തന്നെയാ ഇത്. ഒന്ന് നിർത്തുന്നുണ്ടോ? പ്രിയങ്കയുടെ ആത്മാവ് ഏത് കാലത്ത് എന്നാ നിങ്ങൾ ഇത് പറയുന്നുള്ള കാര്യം ഓർമ്മ വേണം. എല്ലാ കാലത്തും വീട്ടിലെ ചെറുപ്പക്കാർ ഇതൊക്കെ നിഷേധിച്ചിട്ടേ ഉള്ളൂ. ഇതിനു മുമ്പ് ഉണ്ടായ അനുഭവങ്ങളൊക്കെ നിഷേധിച്ചിട്ടില്ലേ? ഏട്ടത്തി, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക എന്റെ ഏട്ടത്തി. അനുഭവങ്ങൾ ചിലതുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് സൃഷ്ടിച്ചവരെ തെരഞ്ഞാണല്ലോ ഈ നടക്കുന്നത്. എന്താ മുത്തശ്ശിയുടെ പ്രശ്നം? ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഞങ്ങൾ ഉത്തരവാദികളാണെന്ന് കാണിച്ച് ഞങ്ങളെ കണിമംഗലത്ത് നിന്ന് പുറത്താക്കാനുള്ള ഉദ്ദേശമുണ്ടോ മുത്തശ്ശിക്ക്? ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും ചെറിയമ്മയും നാളെ രാവിലെ തന്നെ ഇവിടുന്ന് ഇറങ്ങാം. എന്നിട്ട് കുറച്ചു ദിവസം നിങ്ങൾ നോക്ക്. കണിമംഗലത്ത് ഈ പറയുന്ന യാതൊരു പ്രശ്നവും ഇല്ലെന്ന്.
അമ്മേ, അമ്മ നേരിട്ട് കണ്ട് അമ്മയ്ക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാ. ആര് നിഷേധിച്ചാലും അതിന്റെ തുടർച്ച തന്നെയാ നടക്കുന്നത്. രാധികയെ രക്ഷിക്കണമെന്ന് സത്യസന്ധമായിട്ട് അമ്മയ്ക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാൻ എല്ലാവരോടുമായിട്ട് പറയുക വേണ്ടത്. ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ, പക്ഷെ അതിന്റെ പേര് കർമ്മങ്ങളൊന്നും ചെയ്യാതെ മാറി നിന്ന പ്രിയപ്പെട്ട മരുമോളെ ചിലപ്പോ ഇല്ലാതാവും. ദേ ഒന്ന് നിർത്താനാ പറഞ്ഞ ചെറിയമ്മേ. വരുൺ, ഇനി ഇക്കാര്യത്തിൽ സംസാരം വേണ്ട. ചിലതൊക്കെ ഞാനും അനുഭവിച്ചിട്ടുള്ളതാ. അമ്മേ, വരുണിന്റെ അധികം പുതിയ കുട്ടികളാ. ആത്മാവിന്റെ സാന്നിധ്യം ഇല്ലെന്നൊക്കെ ഇവര് പറയും. പക്ഷെ അമ്മ ആ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. നമുക്കിത് പരിഹരിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ തർക്കം പറയുന്നില്ല. ആ, ഇനി ഒരാളും ഇക്കാര്യത്തിന് വേണ്ടി തർക്കിക്കണ്ട. അച്ഛനോട് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാം. അച്ഛൻ എടുക്കുന്ന തീരുമാനം എന്താണോ അതെല്ലാവരും അനുസരിക്കണം. മനസ്സിലായോ? ആ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ അങ്ങ് ചെയ്യേ. മോളുടെ നന്മയെ കരുതിയാ പറയുന്നേ. ഇതിൽ നിന്ന് നമുക്ക് മാറിയേ പറ്റൂ. എന്താ ഒന്നും പറയാത്തത്? എന്റെ വ്യക്തിപരമായ അഭിപ്രായം ചോദിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രിയങ്ക മരിച്ചു എന്നത് സത്യമാണ്. പക്ഷേ രാധികയുടെ ശരീരത്തിൽ പ്രിയങ്കയുടെ ആത്മാവുണ്ടെന്നൊക്കെ പറയുമ്പോ കണ്ണി കണ്ടത് സത്യമല്ലേ? അങ്ങനെയല്ലല്ലോ. കണ്ണിൽ കണ്ടത് മുഴുവൻ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ? എല്ലാവരും വളരെ പ്രയാസത്തിലാ. അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പരസ്പരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.